കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ആകെ മാറ്റിമറിക്കുന്നതായി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം. ഇടതുകോട്ടകളിൽ വിള്ളലല്ല, വലിയ തകർച്ച തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന വി ഡി സതീശന്റെ വാക്കുകൾ വെറുമൊരു പ്രവചനമല്ല, അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. പിണറായി വിജയന്റെ ധർമ്മടം മുതൽ പാർട്ടി ഗ്രാമങ്ങൾ വരെ അവിശ്വസനീയമായ വിധത്തിൽ UDF തരംഗത്തിൽ ആടിയുലഞ്ഞു. കേരളം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ സുനാമിയാണ് സംസ്ഥാനത്ത് ആഞ്ഞു വീശിയത്. ചുവപ്പുകോട്ടകൾ ഓരോന്നായി നിലംപൊത്തി. ഉറച്ച കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും ഇടതടിത്തറയിളകി. ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് ആദ്യ റൗണ്ടുകളിൽ പിന്നിലായത് CPIM-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തളിപ്പറമ്പും പയ്യന്നൂരും പോലുള്ള ഉറച്ച പാർട്ടി ഗ്രാമങ്ങൾ പോലും ചുവപ്പ് വിട്ട് മാറി ചിന്തിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞ വാചകങ്ങൾ ഇന്ന് ഇടതുപക്ഷത്തിന് മരണമണിയായി. മന്ത്രിപ്പട ഒന്നൊന്നായി താഴേക്ക് വീണു. പ്രവചനങ്ങൾ അറം പറ്റിയതുപോലെ തോൽവികളുടെ നീണ്ട നിര. തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷം അടിതെറ്റി താഴെ വീണു. കൊല്ലവും ആലപ്പുഴയും തിരുവനന്തപുരവും ഇടതിനെ പൂർണ്ണമായും കൈവിട്ടു. മധ്യ കേരളത്തിലും മലബാറിലും UDF പടയോട്ടം നടത്തിയപ്പോൾ LDF-ന് ആശ്വാസത്തിന് വക നൽകിയത് പാലക്കാടും തൃശൂരും മാത്രം. ഇടതുമുന്നണിയിൽ ഉറച്ചുനിന്ന കേരള കോൺഗ്രസ് മത്സരിച്ച 12ഇടത്തും തകർന്നു വീണു. പാർട്ടിയുടെ പ്രസക്തി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കനത്ത പരാജയം. അമ്പലപ്പുഴയിൽ G സുധാകരൻ നേടിയ വിജയം CPIM-ന് പരാജയത്തിലുപരി വലിയൊരു പ്രഹരമായി മാറി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒരുപോലെ ആഞ്ഞടിച്ചുവെന്ന് ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം. വീഴ്ചയുടെ ആഴം പരിശോധിക്കാൻ CPIM നിർബന്ധിതരാവുകയാണ്. പൊതുവെ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം തുടർ പ്രവർത്തന രീതികൾ ഞങ്ങൾ സ്വീകരിക്കുകയും തുടർന്നങ്ങോട്ട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് വ്യക്തത വരുത്തി മുമ്പോട്ട് പോവുകയും ചെയ്യും. പരാജയപ്പെട്ടത് മന്ത്രിമാർ മാത്രമല്ല, പാർട്ടി കെട്ടിപ്പടുത്ത ഗ്രാമങ്ങളിലെ വിശ്വാസം കൂടിയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ അവിശ്വസനീയമായ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിനാകും തുടക്കം കുറിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.